നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ നമുക്ക് ആ, ഈ ഒരു എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ എക്കണോമിക് പ്രോഗ്രസ് എങ്ങനെയാണ് ഇത് ബാധിക്കുന്നില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരുപക്ഷെ നമ്മൾ ഒരു 1990s ഒരു തുടക്കത്തിലേക്ക് പോകേണ്ടി വരും. 1990s തുടങ്ങുമ്പോൾ ശ്രീ നരസിംഹറാവുവിനെയും അതുപോലെ തന്നെ ശ്രീ മൻമോഹൻ സിംഗിനെയും ഒക്കെ വളരെ കാര്യമായി നമ്മൾ പ്രകീർത്തിക്കുകയുണ്ടായി. കാരണം LPG നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള മൂന്ന് കാര്യങ്ങൾ ഭാരതത്തിൻ്റെ എക്കോണമിയെ തുറന്നു. അതിൻ്റെ ഒരു ഒരു പ്രോഗ്രസ് ഉണ്ടായി എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പോളിസി ചേഞ്ച് ആണോ, അല്ലെ സ്വമേധയാ എടുത്തിട്ടുള്ളൊരു ചേഞ്ച് ആണോ, അതോ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതാണോ എന്നുള്ളൊരു ഒരു കാര്യം നോക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് ദിവസങ്ങൾ മാത്രം നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ടായിരുന്നപ്പോൾ IMFും വേൾഡ് ബാങ്കും എല്ലാം കൂടെ ചേർന്ന് ഒരു ആം ട്വിസ്റ്റ് ചെയ്ത് ഒരു കണ്ടീഷൻ വച്ചിട്ട് സഹായിക്കാനുള്ള ഒരു ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നമുക്ക് നിങ്ങളെ സഹായിക്കാം, SDR നൽകാം, അതായത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് നൽകാം എന്നൊക്കെ പറയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഇക്കോണമി ഓപ്പൺ അപ്പ് ചെയ്തത്. അല്ലാതെ ഒരു സ്വമേധയാ നമ്മുടെ ലിബറലൈസേഷൻ്റെ ഒരു വലിയ എക്കണോമിക് ബെനഫിറ്റ് ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ കേട്ടിരിക്കുന്നതൊക്കെ ഇവരെ ഒരുപാട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണ്. ക്രെഡിറ്റ് ഇല്ലെന്നും അത് നല്ലതാണെന്നും ചീത്തയാണെന്നും ഉള്ള കാര്യങ്ങളല്ല ഇന്നത്തെ ചർച്ച. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് അമേരിക്ക ചൂഷണം ചെയ്തതെന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ ഇന്നത്തെ ചർച്ച. അപ്പോൾ ചൂഷണം ചെയ്തോ ഇല്ലയോ? അപ്പം നമ്മൾ അതിന് ഒരു നാൾ വഴി നോക്കാം. അപ്പം ഈ 1991 ശേഷം ആണ് നമ്മളൊരു പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ രണ്ട് കണ്ടസ്റ്റൻസ്, ഇന്ന് സുസ്മിത സെന്നും അതുപോലെ ഐശ്വര്യ റായും മിസ് യൂണിവേഴ്സും മിസ് വേൾഡുമായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു ബ്യൂട്ടി പാജന്റിൽ എന്തിരിക്കുന്നു, അതിന് എക്കോണമിയായിട്ട് എന്താണ് ബന്ധം? ഒരുപക്ഷെ ഇതൊരു അറിഞ്ഞുകൊണ്ടുള്ള ഭാരതത്തിന് ഒരു ഒരു ത്തിൻ്റെ ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ കാര്യമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ ഫോറിൻ ബ്രാൻഡ്സ് ഭാരതത്തിലേക്ക് ഒരുപാട് കടന്നു വരികയും, ഇപ്പം പെർഫ്യൂംസ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും ഈ വിദേശ ബ്രാൻഡുകളുടെ ഒരു വലിയ തള്ളിക്കയറ്റം ഈ കൺസ്യൂമർ സെഗ്മെന്റിലുണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പെപ്സി എന്ന് പറയുന്ന ഒരു വലിയ ഭീമൻ കമ്പനിയുടെ തലപ്പത്തേക്ക് ഇന്ദിരാ നൂയി എന്ന് പറയുന്ന ഒരു ഭാരതീയ വനിത വരികയുണ്ടായി. അവർ CFO ആയിരുന്നു. ആ CFO പിന്നെ അതിൻ്റെ CEO ആയി, ഒരു ഗ്ലോബൽ CEO ആയി. അപ്പം പെപ്സി എന്ന് പറയുന്ന ഒരു വലിയ ഭീമൻ കമ്പനി പണ്ടും അല്ലെങ്കിൽ 91 മുൻപും ഉണ്ടായിരുന്നു. ലഹർ പെപ്സി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. ഒരു ഭാരതത്തിൻ്റെ പേരും കൂടെ അതിനകത്ത് ചേർക്കണം, അല്ലാതെ ഒരു പ്യുവർ ബ്രാൻഡായിട്ട് വരാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഈ വിദേശ മോട്ടോർ ബൈക്കുകളൊക്കെ വന്നപ്പോൾ ഇൻഡ് സുസൂക്കി എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഈ LPGക്ക് ശേഷം അവർക്ക് തനതായ അവരുടെ സ്വന്തം ബ്രാൻഡിൽ ഇവിടെ വിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി. ഹീറോ, ഹോണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. പിന്നെ അതിനുശേഷം ഇവർക്ക് സ്വന്തമായിട്ട് വരാനും വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു
കമ്പനികളുടെ തലപ്പത്ത് ഒരുപക്ഷെ ഇന്ദിരാ നൂയിയെ പോലുള്ള ഭാരതീയ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെ പ്രതിഷ്ഠിക്കുകയും ആ ഒരു ഒരു നമുക്കൊരു തോന്നുന്നുണ്ടല്ലോ, ഒരു ഭാരതത്തിൻ്റെ ഒരു വലിയ ഒരു വംശജയായിട്ടുള്ളൊരു സ്ത്രീ നയിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം നടക്കുകയുണ്ടായി. അതിലും അവർ വലിയ തോതിൽ ഇന്ന് 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 പെപ്സിയും കോക്കും ഒക്കെ സർവ്വസാധാരണമായ ഒരു ലോക്കൽ ബ്രാൻഡിനേക്കാൾ പ്രിയപ്പെട്ടതായി മാറി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ മൂന്നാമത്തെ ഒരു സ്റ്റേജിൽ നമ്മുടെ ഇൻ്റലക്റ്റിനെ, അതായത് ഒരു ടെക്നോളജി കമ്പനീസിനെ, അതിൻ്റെ ഇപ്പം നമുക്ക് ഗൂഗിൾ ആണെങ്കിലും അതുപോലെ യൂട്യൂബ് ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ഇങ്ങനെയുള്ള കമ്പനീസിന് ഇന്ത്യൻ ടാലൻറ്റിനെ യൂട്ടിലൈസ് ചെയ്യും, അതുപോലെ തന്നെ ആ ഇന്ത്യൻ ടാലൻറ്റിനെ ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും നമുക്കുണ്ടായ ഒരു മാനസികാവസ്ഥ എന്തായി, സത്യാനാഥെല്ലായെ പോലെയോ അല്ലെങ്കിൽ സുന്ദർ പിച്ചയെ പോലെയോ അജയ് ബംഗയോ അങ്ങനെയുള്ള അപ്പം വിദേശത്ത് ഉണ്ടായിട്ടുള്ള വലിയ കമ്പനികൾക്കെല്ലാം ഭാരതീയ വംശജരായിട്ടുള്ള ആളുകളെ പ്രതിഷ്ഠിക്കുകയും അതിൽ നിന്ന് ഭാരതത്തിൻ്റെ അവരുടെ പേട്രണേജ് കൂട്ടാനും മറ്റുമൊക്കെ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഈ US-ൻ്റെ ഒരു വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കടന്നുകയറ്റം ഭാരതത്തിൽ ഇന്ന് എക്കോണമിയിലുണ്ട്, നമ്മുടെ കൾച്ചറിലുണ്ട്, സിനിമകളിലുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിലും അതുപോലെ നമ്മുടെ പുതിയ തലമുറയിലും ഒക്കെ ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് ഒരു ബാങ്ക്രപ്സിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു മുന്നേറ്റം വന്നപ്പോൾ അതിൽ നമുക്ക് ഒരു വളരെ ശക്തമായ ഒരു പ്രതിരോധം ഉണ്ടാകുകയും ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് US-ൻ്റെ അല്ലെങ്കിൽ ട്രംപിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ. ആ റിയാക്ഷൻ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. പല ഇതുണ്ട്, ഞാൻ ഇതൊരു ആംഗിൾ മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ടൊരു ആത്മനിർഭരത പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്വദേശി ഉൽപ്പന്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡുകളും മറ്റുമൊക്കെ ഉപേക്ഷിച്ച് ഭാരതത്തിൽ തന്നെ നമുക്ക് കഴിയുന്നിടത്തോളം ഉള്ള ഒരു ബ്രാൻഡിനും മറ്റൊക്കെ ഒരുപാട് പണം നമ്മൾ വെളിയിലോട്ട് വിദേശ രാജ്യങ്ങളിലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൾച്ചറലി ആണെങ്കിലും, ഈവൻ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണെങ്കിലും, ഈ ഡോമിനോസ് പോലെയും KFC പോലെയും പിസ്സ ഹട്ട് പോലെയൊക്കെ ഉള്ള ഒരുപാട് കമ്പനികൾ ഇവിടെ വരികയും ആക്ച്വലി ഇതൊരു പ്രോസസ്ഡ് ഫുഡും മറ്റുമൊക്കെ ഒരു ആരോഗ്യത്തിനും മറ്റും ദോഷം ചെയ്യുന്ന കാര്യമാണെന്നും ആ ദോഷം ചെയ്യുന്നത് കൊണ്ട് മരുന്നുകൾക്കും വലിയ ചിലവുണ്ടാകും, അങ്ങനെയൊക്കെയുള്ള ഒരു ടോട്ടൽ വിപണനത്തിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുത്തൊരു മാർക്കറ്റായി മാറരുത് ഭാരതം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ശ്രമിക്കുമ്പോൾ നമ്മൾ ശക്തമായി നമ്മുടെ ഒരു സ്വദേശി മൂവ്മെൻറ്റിന് വേണ്ടി, അത് സ്വദേശികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കൾച്ചറലി ആണെങ്കിലും ഇക്കണോമിക്കലി ഒക്കെ ആണെങ്കിലും ഒരു സ്വയം പര്യാപ്തത നേടണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ആളുകൾ മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും. നമസ്കാരം.